ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീഥിയിൽ ഭിക്ഷയ്ക്കായി. വീണ്ടുമെന്നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്കാശയില്ലെന്നാകിലും ഞാനൊരു പരദേശി ആയിട്ടി സ്വർഗത്തിൻ്റെ കോണിലൊരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. ഞാൻ മൃദംഗിസ്റ്റായിട്ട് തുടങ്ങിയത് ആലുവ താമസിക്കുന്ന കാലത്താണ്. പെരിയാർ അതുപോലെ അന്നത്തെ പെരിയാർ മനോഹരിയായിരുന്നു. ഇന്നത്തെ മാതിരി വിഷജലം കലർന്ന പെരിയാറല്ല അന്ന്. അന്ന് അത് മനോഹരം തെളിനീർ മണലും വളരെ മനോഹരമായിരുന്നു അന്നത്തെ. അപ്പോൾ പെരിയാർ ആലുവയിൽ 4 വർഷം ഞാൻ ജീവിച്ചു. ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബവും. അപ്പോൾ ആ 4 വർഷം സമയത്താണ് മൃദംഗം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് വളരെ മൃദംഗം ഞാൻ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ നിർബന്ധത്തിലാണ് ഞാൻ മൃദംഗക്കാരനായത്. ഒരു മാസ്റ്ററെ എറണാകുളത്ത് നിന്ന് വരുത്തി അവിടെ നിന്ന് പഠിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ മൃദംഗം 6 കൊല്ലം പഠിച്ചത്. ഒരു വർഗീസ് എന്നുള്ളൊരു ഹാർമോണിയം വായിക്കുന്നത് പള്ളിയിലൊക്കെ അവിടെ ചില മ്യൂസിക് പ്രോഗ്രാംസൊക്കെ നടത്തും. അന്നൊക്കെ നാടക ഗാനങ്ങളാണ്, അന്ന് സിനിമാ ഗാനങ്ങൾ കുറവാണ്. ഇന്നത്തെ മാതിരി സിനിമാ ഗാനങ്ങൾ അന്നില്ല. ഏറ്റവും പോപ്പുലർ KPSCയുടെ നാടക ഗാനങ്ങൾ, ദേവരാം മാസ്റ്റർ, അതൊക്കെയാണ് അന്നത്തെ പോപ്പുലർ. അപ്പോൾ ആ പാട്ടുകളൊക്കെ പാടിക്കാനായിട്ട് അദ്ദേഹം തന്നെ ഞാൻ എന്നെ കൊണ്ടുപോയത് പള്ളിയിലേക്കാണ് പാടാൻ കൊണ്ടുപോയത്. പള്ളിയിലെ കോയറും പള്ളിയിലെ പാട്ടുകളും അങ്ങനെ ഞാൻ തുടങ്ങിയത് പാടാനായിട്ട്. അന്ന് 10-8-9 വയസ്സുള്ളൂ. ചെറിയ സൈസിൽ, ഇപ്പോൾ ചെറിയ സൈസല്ലേ. അപ്പോൾ എന്നെ നടക്കാൻ വിഷമം എന്നെ കഴുത്തിലിരുത്തി കൊണ്ടുപോകും പാടാനായിട്ട്. ആ കാലമൊക്കെ മറക്കില്ല. അങ്ങനെ പോയി പാടിച്ച് അങ്ങനെയാണ് പാട്ടിലേക്ക് ചെറുതായിട്ട് തിരിഞ്ഞത്. പാട്ടിലേക്ക് ഫുള്ളായിട്ട് സ്വിച്ച് ഓവർ ചെയ്ത് 1958 ഇരിഞ്ഞാലക്കുട വന്നിട്ട് സെറ്റിൽ ചെയ്തു ഞങ്ങൾ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നാഷണൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് നാഷണൽ ഹൈസ്കൂളിൽ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ രാമനാഥൻ മാസ്റ്റർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു മലയാളം മാഷുണ്ട്. അദ്ദേഹമാണ് എന്നെ പാട്ടുകാരനാക്കിയതെന്ന് പറയാം. അപ്പം മൃദംഗം വായിച്ചിരുന്നു. മൃദംഗം പോരാ, പാടാൻ കഴിവുണ്ട്, തനിക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ. അപ്പോൾ ഞാൻ ബാക്കിൽ പുള്ളി പാടിച്ചു. പിന്നെ പുള്ളി കവിതകൾ എഴുതി ട്യൂൺ ചെയ്ത് ഞങ്ങളുടെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് പാടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പാട്ടുകാരനായി. പിന്നെയാണ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സംഗതികൾ വരുന്നത്. ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോയി. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. പിന്നെ തുടർന്ന വർഷങ്ങൾ മുഴുവൻ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് മൃദംഗത്തിനും പാട്ടിനും. അക്കാലത്താണ് ഇന്നസെൻറ്റിനെ പരിചയം. ഇന്നസെൻ്റ് ജൂനിയറാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർവ്യൂവിനും പുള്ളി പറയുന്നുണ്ട്, പുള്ളിക്ക് ഒരു സ്നേഹമുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനന്ന് സ്റ്റേജിൽ വന്നു മൃദംഗം കൊണ്ട്. അപ്പോൾ ജയൻകുട്ടി കേട്ടോ, അന്ന് തുടങ്ങിയ ദേഷ്യമാണ് എന്നോട്. ആ കാലത്തൊക്കെ ഭയങ്കര നമ്മൾ മൃദംഗം കൊണ്ടുപോയി ഞാൻ ഒരിക്കില്ല. താൻ മൃദംഗം കൊണ്ടുപോയി, താൻ ഭയങ്കരനാണ്, താൻ വരരെ കൊണ്ട് മൃദംഗം കൊണ്ടുപോയി വെൽവെറ്റൊക്കെ കെട്ടി വലിയ സ്റ്റൈലിൽ നിൽക്കുകയുള്ളൂ, ഒന്ന് വായിച്ചിട്ട് പോവുള്ളൂ തറേ. അന്നും താനാൾ വിളവനാന്ന് പറയുന്നത്. 1958 ആദ്യത്തെ സംസ്ഥാന യുവജനോത്സവമാണത്. 1958. അത് ഞാനും അവർ ദാസേട്ടനുമില്ല. പിന്നെ അവിടെ ഒരുപാട് സ്റ്റുഡൻറ്റ് പല ഇതുമായിട്ട് അവിടെ മോഡൽ സ്കൂളുണ്ട് ട്രിവാൻഡ്രത്ത്. മോഡൽ സ്കൂളായിരുന്നു അത് അന്ന് ഞങ്ങളെ കൊണ്ടുവരാൻ ഞങ്ങളുടെ മാസ്റ്റർ ടീച്ചേഴ്സേ ഉള്ളൂ. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. ഞങ്ങൾ കിടന്നുറങ്ങിയ അവിടുത്തെ സ്കൂൾ ബെഞ്ചിലാണ്. അവിടെ സ്കൂളിൽ തരുന്ന ഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ ചായയും കഴിഞ്ഞിരുന്നത്. ഇന്നത്തെ മാതിരിയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് വരുത്തി അവരുടെ പേരിൽ അടി കൂടുക, അച്ഛനും അമ്മയും കേസ് കൊടുക്കുക. അതൊന്നും ഇല്ല അന്ന്. അതെന്ന് തുടങ്ങി അന്ന് കുട്ടികളുടെ കഴിവ് നശിച്ചു.
ഞങ്ങളുടെ ആനിവേഴ്സറി എന്ന് പറഞ്ഞത്, സ്കൂളിലെ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ അത് ഒരു മഹോത്സവമായിരുന്നു ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഒരു മാസം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങും, പാട്ട് കോറസായിട്ട്. അത് പിന്നെ ഈ സമൂഹഗാനം, ലളിതഗാനം എന്ന് പറഞ്ഞിങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ പാട്ടുകൾ. അത് ഞങ്ങൾ എല്ലാ വർഷവും ആ പ്രാക്ടീസും ആ സ്റ്റേജിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിഞ്ഞാലക്കുട പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് ആ സ്റ്റേജിൽ നോക്കിക്കാറുണ്ട്. സ്കൂളിൽ നമ്മൾ വന്ന സ്റ്റേജും പഴയകാല ഓർമ്മകളും. അന്നത്തെ റെക്കോർഡിങ്, ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നമ്മളെ എത്ര പാടിക്കുന്നറിയാം. ഒരു പ്രാവശ്യമൊന്നുമില്ല, പാടിച്ച്. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒരാഴ്ച പ്രാക്ടീസാണ്. ഓരോ കമ്പനികളിൽ പോയിട്ട്, ഇപ്പോൾ ദേവരാമസറിന് ഡെയിലി ഞങ്ങൾ പോവും. സ്കൂളിൽ പോകുന്നവരെയാണ്, പുസ്തകം കഷത്തിൽ വെച്ച് പോകുന്നവരെയാണ്. പോവുക, ചില പാട്ട് പഠിക്കുക, വരിക, പോയി അടുത്ത ദിവസം ആദ്യം പോയി. ഇങ്ങനെയായിരുന്നു അന്നത്തെ പ്രാക്ടീസ്. യു ടെൽ മീ, നിങ്ങൾ പറഞ്ഞു തരുമോ എന്ത് പ്രതികരണം വെച്ചാൽ അതിനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് പഴയ നല്ല നല്ല ഗാനങ്ങൾ കേൾക്കണം. അല്ലേ, പഴയ പാട്ടുകാരെന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകാരെ പുച്ഛിച്ച് തള്ളല്ല വേണ്ടത്. അവരുടെ ഗാനങ്ങൾ എന്താണ്, അവരുടെ ക്വാളിറ്റി, അവരുടെ പാട്ടുകൾ. അന്നെന്ന് പറഞ്ഞാൽ ഈ പണത്തിന് വേണ്ടി മാത്രമുള്ളൊരിതായിരുന്നില്ല. ഒരു പാട്ടപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കരിമുകിൽ കാട്ടിലെ എനിക്ക് പാട്ടിന് അന്ന് കിട്ടിയത് 50 രൂപയാണ്. ആ 50 രൂപ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ആ പാട്ട് കിട്ടിയതിൻ്റെ സന്തോഷം തരുന്നോ. ആ പാട്ട് ഒരു പാടി കഴിഞ്ഞുകൊണ്ട് വന്നപ്പോൾ ആ പാട്ട് തിരിച്ച് സ്പീക്കർ കേട്ടപ്പോൾ മനസ്സിൻ്റെ സന്തോഷമുണ്ടല്ലോ. പണം നമ്മൾ നോക്കിയിട്ടില്ല. അത് ഇന്നുണ്ടോ എന്ന് പറഞ്ഞു തന്നാൽ, അങ്ങനെ ഒരു പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ബിക്കോസ് ഐ എം എ വെരി ഗുഡ് ലിസണർ. എന്തുകൊണ്ട് വരുന്നില്ല? ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴി